നമസ്കാരം. കോഴിക്കോട് നഗരത്തിൻ്റെ ന്യൂ പച്ചക്കറി മാർക്കറ്റ് ബഹുമാന്യനായ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു. ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടിയ പ്രോഗ്രാമിൽ മുഖ്യമന്ത്രി കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്നും ഇങ്ങനെയാണ് വികസനത്തിൻ്റെ പാതയെന്നും അദ്ദേഹം വിശദീകരിക്കുന്നു. അതോടൊപ്പം തന്നെ കോഴിക്കോട് ബീച്ചിൽ നിർമ്മിച്ച പുതിയ കടകളെ സംബന്ധിച്ചും അദ്ദേഹം വികസനത്തിൻ്റെ പുതിയ പാതയാണ് നിർമ്മിച്ചതെന്നും കൂട്ടിച്ചേർത്തു. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിലേക്ക് നിങ്ങളെ ശ്രദ്ധയിരിക്കുന്നു. സഹോദരി സഹോദരന്മാർ, കോഴിക്കോട് നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ പരിഗണിച്ച സർക്കാരിന്റെ ന്യൂ പാളയം മാർക്കറ്റ് സമുച്ചയം നിറഞ്ഞ സന്തോഷത്തോടെ എല്ലാവരുടെയും അനുമതിയോടെ ഉദ്ഘാടനം ചെയ്തതായി ആദ്യമായി ഒരു ബൃഹത് പദ്ധതിയാണ്. ഇതിന്റെ ഒരു പ്രത്യേകത PPP മാതൃകയിലാണ് നടപ്പാക്കിയിട്ടുള്ളത്. പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് 3 കോടിയോളം രൂപ ചെലവഴിച്ചാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത്. സാധാരണഗതിയിൽ ഇവിടെ പറഞ്ഞതുപോലെ എല്ലാവരും ഈ പദ്ധതിയുമായി ബന്ധപ്പെടുന്നവർ മാത്രമല്ല, ഇതിനെക്കുറിച്ച് അറിയുന്നവരും നൽകുന്നവരുമെല്ലാം സന്തോഷിക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയാണ്. ഇവിടെ വലിയ തോതിലുള്ള സൗകര്യം ഉയർന്നു വരുന്നു എന്നതാണ് നാം കാണുന്നത്. നമ്മള് പല കാര്യങ്ങളിലും നല്ല കാര്യങ്ങൾ നടന്നാൽ അത് നല്ലതാണെന്ന് അംഗീകരിച്ചാൽ എന്തോ പ്രയാസങ്ങളുണ്ടെന്ന് ചിന്തിക്കുന്ന തലത്തിലേക്ക് ചിലത് മാറുകയാണ്. ഇതിനെല്ലാം പരിഹാരം കാണാൻ കോഴിക്കോട് കോർപ്പറേഷൻ കേരള സർക്കാരിന്റെ സഹായത്തോടുകൂടി ഈ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുകയാണ്. ഡിഒപി അടിസ്ഥാനത്തിൽ തകർത്ത കടലേരിയ ഡെവലപ്മെന്റ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡാണ് പദ്ധതി. ഞങ്ങളില്ല എന്ന് ഒരു കൂട്ടർ അഡ്വാൻസ് പറഞ്ഞു. ഇപ്പോ എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി. അതുകൊണ്ട് തന്നെ അതൊരു